ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭൂമിയിൽ വസിക്കുന്ന ഒരു മനുഷ്യന് സ്വർഗത്തിൽ വസിക്കുന്ന വിശുദ്ധന്മാരുടെ മാധ്യസ്ഥം എത്രമാത്രം പ്രാധാന്യപ്പെട്ടതാണോ അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ശുദ്ധീകരണത്തിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരുടെ പ്രാർത്ഥനാ സഹായം. സ്നേഹമുള്ളവരെ, ഒരു ശുദ്ധീകരണ ആത്മാവ് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഭൂമിയിലുള്ള മനുഷ്യർ ആ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ ആത്മാവ് സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം? പരിശുദ്ധ കുർബാനയർപ്പിച്ചും ജപമാല ചൊല്ലിയും വ്യക്തിപരമായ പ്രാർത്ഥനകളിലൂടെയും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെയും നമ്മുടെ നല്ല പ്രവൃത്തികളെ കാഴ്ചവെച്ചും സഹനങ്ങളെ കാഴ്ചവെച്ചുമൊക്കെ ഈ ആത്മാക്കളുടെ സ്വർഗവാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ഈ നിമിഷത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടിയും ശുദ്ധീകരണത്തിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചുവരയെക്കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിലും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.